സേമിയ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടായിരിക്കാം, ഉണ്ടാക്കാത്തവരുണ്ടായിരിക്കാം അല്ലേ? അപ്പം ചിലർക്കൊക്കെ ഇത് പുതിയ അറിവായിരിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കവർ കണ്ടില്ല, അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് വിത്ത് 100% വീറ്റ് ആണ്, നോ മൈദ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആണ് കേട്ടോ. അപ്പം നമുക്ക് പ്രൊസീജിയറിലേക്ക് പോകാം അല്ലേ. ഞാനിവിടെ സേമിയ അതിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. ആ കവറിൻ്റെ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം, ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം ചെറുതായിട്ട് കളർ മാറുമല്ലോ, ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു കളറായിട്ട് മാറും. അപ്പോൾ അത്രയും നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കളറൊക്കെ മാറി വന്ന് നിങ്ങളത് ഓഫ് ചെയ്തിട്ട് അവിടെ ഇട്ട് പോകരുത്. ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ മറ്റേ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ മാറ്റുക. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്, സവാള ഗിരിഗിരി. അപ്പം നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് അരിയുക. ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് 2 എടുത്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റർ ആകുമ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുക്കാറുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചിയും ഗ്രേറ്ററിനകത്ത് ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിൽ നമ്മൾ ഉഴുന്നിടുക. 1 സ്പൂൺ ഉഴുന്ന് മതിയായിരിക്കും കേട്ടോ. അതിനുശേഷം സവാള ഇടുക, അതിനുശേഷം ക്യാരറ്റ് ഇടുക, ഇഞ്ചി ഇടുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്യുന്നിടം വരെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് കുക്കാകുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ച് ഉപ്പോട് ഇട്ടിട്ട് വേണം നമ്മളത് മൂടി വെക്കാനേ. ഒരു 3 മിനിറ്റ് നേരം മൂടി വെക്കുമ്പോഴത്തേക്കും അത് ഏകദേശം റെഡിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിക്കുക. കെറ്റിലിലോ ഗ്യാസിലോ എവിടെയായാലും നല്ലൊരു ചൂട് വെള്ളം തിളപ്പിച്ച് വെക്കുക. അപ്പം ഇതായി കഴിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ, തണുത്ത വെള്ളം കോരി ഒഴിക്കരുത്. എപ്പോഴും നമ്മൾ ചൂടുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾ ചൂടുവെള്ളം മാത്രം ഒഴിക്കാവൂ. അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളത്തിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കുക കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് അത് അബ്സോർബ് ചെയ്യും. അതൊരു 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പം തന്നെ വെന്ത് കഴിയും. അപ്പം ഇതാ ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ആവും. നമ്മൾ കൈവച്ച് ചെയ്യുന്ന ഉടച്ച് നോക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വെർമിസെല്ലി ഉപ്പുമ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സേമിയ ഉപ്പുമ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഇനി പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് വെറുതെ കഴിക്കാം കേട്ടോ, അതിലും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.